എടാ എന്റെപ്പാ ഇതെന്താ ഇത് തന്നെയാണോ ഏത് സമയത്തും ടൈം പാസ്. എടാ ഇത് നോക്കിയേ, ഇതിനകത്തെ വലിയ വലിയ പുളികണ്ടന്മാരുടെ ഫോട്ടോസാ. അയ്യേ, ഇതാണ് ഞാൻ വെച്ച് മറ്റേ പുസ്തകം. ഏത് നേരത്താടാ നിന്നേക്കാ? എന്താണ്? എടാ പാവപ്പെട്ടവരുടെടാ വർഷാവർഷം 10,000 20,000 കോടിയുടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ പടമാണ്. എനിക്ക് ഇവരുടെ കൂടെയൊക്കെ ഇവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്, പിന്നെ സെൽഫി എടുക്കുന്നത്, അങ്ങനെ കുറെ ഫോട്ടോസ് മാച്ച് ചെയ്യും. കണ്ട ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത പോലെ തോന്നുന്നു. ഒരു മിനിറ്റ് ഇപ്പൊ എടാ ഒന്ന് വന്നടാ, ഈ ബോൾ ഒന്ന് പിടിച്ചാ. സോറി, ഈ ബാറ്റ് ഒന്ന് പിടിച്ചു. ആഹാ, ഇതിൽ ഇങ്ങനെ ഇരിക്കല്ലേ? ഇതാണ് നിങ്ങൾ പറഞ്ഞ ബാനർജി അസോസിയേറ്റ്സിന്റെ MD സുനിൽ ബാനർജി. ഹീസ് മൈ ക്ലോസ് ഫ്രണ്ട്. ബട്ട് ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ ബന്ധങ്ങൾ മിസ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഓ മൈ ഗോഡ്, ഇത് ഏത് വിശേഷാണിത്? ഇത് പറയൂ, ആരാ ഇത്? ആനന്ദ് വർമ്മ. ആനന്ദ് വർമ്മ. യു നോ ഹിം? ആരാത്? ശരിക്കും ശരിക്കും ഒന്ന് പറഞ്ഞേ. അറിയോ? ഫാഷൻ ഫീൽഡുമായിട്ട് അസോസിയേറ്റഡ് ആർക്കാണ് ആനന്ദ് വർമ്മ അറിയാത്തത്? You said it, Angel. Exactly. ഫാഷൻ വേൾഡിന്റെ കിങ്ങും ക്വീനും അല്ലേ വർമ്മ സാറും വൈഫ് ദേവിക വർമ്മയും? Oh my God, you know everything about him. King and Queen. Exactly. നേരിട്ടറിയോ? നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. Oh God. ഒരിക്കലും ഇവള് വർമ്മ ഡിസൈൻസ് കണ്ടക്ട് ചെയ്ത റാം സെലക്ഷന്റെ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയതാ. Really? Unfortunately, she didn't do well. അതോടെ ഇവളുടെ കോൺഫിഡൻസ് ഒക്കെ പോയി. അങ്ങനെയാണ് ഇവള് മോഡലിംഗ് ഒക്കെ വിട്ട് IT ഫീൽഡിലേക്ക് മാറിയത്. ഓ മനോഹർ. അഞ്ജു 5 മിനിറ്റ്. Hey man, are you alive? എന്റെ പന്നി ആദ്യമായിട്ടാണ് കറക്റ്റ് സമയത്ത് ഒരു ജോലി ചെയ്യണത്. എടാ ഉച്ചക്ക് ചോറിനെന്തടാ? ചാളക്കറി? No way. It's impossible. Do what I say, man. Okay, see you soon. Bye. Nice. Yeah. ഇതൊക്കെ സെലിബ്രിറ്റീസിന്റെ കൂടെ എടുത്ത ഫോട്ടോസ് ആണോ? ഓ, അതൊക്കെ കണ്ടു അല്ലേ? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ അവരൊക്കെ നിർബന്ധിക്കുമ്പോ അയ്യോ ഞാൻ ഫോട്ടോ എടുക്കില്ലാത്ത പറഞ്ഞ് മാറിയുന്ന they feel insult അല്ലേ? That's why I took some photos. ഇതും അങ്ങനെ എടുത്തതാണോ? Yes. Yeah. Oh my goodness. Oh my God. Madam Tussauds Wax Museum, London. കേട്ടിട്ടില്ലേ? ആക്ച്വലി ഇത് ഗാന്ധിജിയുടെ മെഴുക് പ്രതിമയാണ്. ഞാൻ ഒരിക്കൽ അവിടെ പോയപ്പോ അവര് നിർബന്ധിച്ചെടുപ്പിച്ചാണ്. എന്നാലും ഒരു തെറ്റിദ്ധരിച്ചു. Leave it. നമുക്ക് പ്രശാന്തന്റെ മാറ്ററിലേക്ക് വരാം. പ്രശാന്തന് നാളെ ഇന്റർവ്യൂ? അതെ. ഓക്കെ, നാളെ ഇന്റർവ്യൂവിന് പോകുമ്പോ ഇവിടെ ഒരു കറുത്ത ബാഡ്ജ് ധരിച്ചേക്കണം. അപ്പൊ ഇന്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ ചോദിക്കും ഇതെന്തിനാ ധരിച്ചെന്ന്. അപ്പൊ പ്രശാന്ത് പറയണം എന്റെ ക്ലോസ് ഫ്രണ്ടായ സത്യൻ മരിച്ചുപോയെന്ന്. ഓക്കെ, പേടിക്കണ്ട, അതൊരു കോഡാണ്. നമ്മുടെ ആളായിരിക്കും ചോദിക്കുക. ഞാൻ അയാളായിട്ടാണ് ഇപ്പൊ ഫോണിൽ സംസാരിച്ചത്. 100% ഉറപ്പ് ഞാൻ പറയുന്നില്ല, എങ്കിലും യുവർ ചാൻസ് വിൽ ബി വെരി ഹൈ. താങ്ക്സ്. യെസ്, ഇറ്റ്സ് ഓക്കെ. ഒരു താങ്ക്സ് ഇവിടുന്ന് പറഞ്ഞില്ല. താങ്ക് യു. യു ആർ ഓൾവേസ് വെൽക്കം. എന്നാലും ഗാന്ധിജിനെ തെറ്റിദ്ധരിച്ചു അല്ലേ? സൂര്യണ്ണ, ഒരു അത്യാവശ്യം വന്നുകൊണ്ടാണ് എന്റെ പോക്കറ്റ് ഞാൻ 500 അടിച്ചു പറ്റിയത്. അതല്ലടാ പോർക്കെ, പിന്നെ ആ ലാപ്ടോപ്പിൽ എന്റെ കൂടെ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചെന്തിനാ? അതാണ് നല്ല പറഞ്ഞു ഞാൻ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്യണമെന്ന്. ആ ഫോട്ടോ ഞാൻ എപ്പോ എടുത്തു വെച്ചാൽ എന്ത് ഉത്തരം പറയൂടാ കരുത്? അത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോകുമ്പോൾ തണ്ണങ്ങൾ പറയണം. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ എന്താ ബന്ധം? മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? സൂര്യ, ഞാൻ അളിയെന്ന് ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല, ഏതൊരു താടി പിശാച് വർമ്മയെ കുർമ്മ എന്ത് ഡിസൈൻ ബുക്കിലുണ്ടായിരുന്നാണ്. വിട്ടുകളിയാണ് നിന്നെ. എന്റെ പോക്കറ്റിൽ നിന്ന് കാശ്.
നിന്റെ മറ്റു വർക്കുകളൊക്കെ ഗംഭീരായിരുന്നു. ആ മറ്റേ പോപ്പിന്റെ കൂടെയുള്ള സെൽഫിയിലെ പോത്തെ അവന്മാര് പോങ്ങന്മാരായതുകൊണ്ട് വിശ്വസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ? ഇനി ഞാൻ അണ്ണനെ ഒരു ഹെൽപ്പും ചെയ്യൂല. ചെയ്യൂല. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ അമ്മേ. വെൽ ഫ്രണ്ട്സ്, ചെറിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. മാരേജ് അസോസിയേറ്റ്സ് എന്നെ ദത്തെടുത്തിരിക്കുന്നു. വെറും ആഘോഷം മാത്രം പോരാ, അടിച്ചു പൊളിക്കണം. എല്ലാവർക്കും ഒരു ഐസ്ക്രീം പോരട്ടെ. നിക്ക് അടിക്കലും പൊളിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആദ്യം നരനെ വിളിച്ചൊരു താങ്ക്സ് പറയും. എന്തിന്? ഈ ജോലി അയാളുടെ റെക്കമെൻഡേഷൻ കിട്ടിയെന്ന് എന്താ ഉറപ്പ്? എടി നന്ദിയോട് പറയാതെ. നരൻ പറഞ്ഞ പോലെ ബാഡ്ജിന്റെ കാര്യം വരെ അവർ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അതെ, നീ എന്തായാലും പുള്ളിനെ ഒന്ന് വിളിക്ക്. നടക്കാൻ പോകുന്ന സീൻ എന്താന്ന് ഞാൻ പറയാം. ഫോർമാലിറ്റിക്ക് വേണ്ടി പ്രശാന്തിനോട് 2 ഡയലോഗ് അടിക്കും. അത് കഴിഞ്ഞ് നേരെ എന്നെ ചോദിക്കും. ഇനിയിപ്പോ എന്നോട് കൊഞ്ചിക്കൊഴാനുള്ള ലൈസൻസ് ആയല്ലോ, ഒടുക്കാതു. ഐ ലവ് യു. ഹലോ അഞ്ജലി. പ്രശാന്തിന് കൊടുക്കാം. ഹലോ നരേൻ. സോറി പ്രശാന്ത്, ബ്ലൂടൂത്ത് ഹാങ് ആയതാണ്. I can't thank you enough. You're a real lifesaver. Thank you so much. പ്രശാന്ത് ശരിക്കും ഡിസേർവിംഗ് ആണ്. അല്ലാത്ത ഒരാളെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ലെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. Thank you sir. Thank you so much. ഞാൻ അഞ്ജലിക്ക് കൊടുക്കട്ടെ? വേണ്ട ഇപ്പൊ വേണ്ട. ചമ്മി. അതെ, ഞാൻ കുറച്ച് തിരക്കിലാണ്. അച്ഛനോട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയൂ. അപ്പൊ ഞാൻ ഫ്രീ ആണെങ്കിൽ സംസാരിക്കാം. ഇന്ന് വൈകിട്ട് ഒന്ന് ഫ്രീ ആവോ? ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. ലെറ്റ് മീ ചെക്ക് മൈ അപ്പോയിന്റ്മെന്റ്സ്. ഓക്കേ. Okay, thank you sir. ദാറ്റ്സ് മൈ പ്ലഷർ. ഹോസ്പിറ്റലിൽ പോണോ? എന്തിനി? അല്ല, പ്രഷർ എന്ന് പറഞ്ഞു. പ്രഷർ അല്ലടാ, പ്ലഷർ, സന്തോഷം. സി അഞ്ജലി, ഈ നരൻ നീ പറയുന്നത്ര മോശപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് തോന്നല്ലോ കേട്ടോ. ഇത്രയൊക്കെ കട്ടിങ്സ് പാടില്ലെന്ന അഞ്ജലി ചേച്ചി ഫോണിൽ കൂടി ഇത്തിരി പഞ്ചാരങ്ങൾ ഓടിക്കാറില്ലേ? എടാ, പെണ്ണാണ് വർഗം. ഇത്തരം സന്ദർഭങ്ങളിൽ 90% പെണ്ണുങ്ങളും ഫ്രണ്ട്സിനെ കേൾപ്പിക്കാനായിട്ട് സ്പീക്കർ ഫോണിലിട്ടേ സംസാരിക്കത്തുള്ളൂ. അറിയോ? നീ കുടിച്ചോടാ. താങ്ക് യു അണ്ണാ. വെക്കടാ അവിടെ. ഇതെനിക്ക് കുടിക്കാം. നീ ഇതിനകത്ത് തുപ്പിയിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പായി. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടാ. അന്നാ അതിന്നൊരു 100 കൊടുത്തോട്ടെ. എടാ, എന്റെ ഈ പാലുവെള്ളം നീ കുടിച്ചോടാ. എനിക്ക് വേണ്ട, തുപ്പട ഞാൻ കണ്ട്. എന്ന് കസ്റ്റമേഴ്സിന് തങ്ങല്ലേ. ആ ചക്കര ജോലിക്കേറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ചക്ക വീണു മോയില് ചത്തു. മനസ്സിലായില്ല? എടാ, ചുമ്മാ പരീക്ഷ മാത്രം എഴുതിയാ മതി, ഡിഗ്രി പാസ്സാക്കി തരാമെന്നും പറഞ്ഞ് നമ്മൾ പലരോടും കാശ് വാങ്ങുന്നില്ലേ? എങ്ങനെയാ പാസ്സാക്കുന്നത്? ഒന്നും ചെയ്തില്ലെങ്കിലും പകുതി പേരെങ്കിലും തന്നെ ജയിച്ചോളൂ. തോക്കുന്നവന്റെ ഒക്കെ കാശ് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പേരുദോഷവും ഇല്ല. അതുപോലെ തന്നെയാണ് ഇതും. അല്ല, അപ്പൊ ഈ കറുത്ത ബാഡ്ജിന്റെ കേസ് പറഞ്ഞില്ല, അതെന്തായിരുന്നു? കറുത്ത ഒരു ബാഡ്ജും കുത്തി നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരായാലും ചോദിക്കാൻ എന്താ സംഗതി. ഒരാള് മരിച്ചു എന്ന് കേൾക്കുമ്പോ മനുഷ്യപ്പറ്റുള്ളവര് അയാളുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. ആ ഇന്റർവ്യൂ ബോർഡിലുള്ളവര് എന്റെ ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് വെച്ചാൽ നിനക്ക് വിരോധമൊന്നുമില്ല. ചേടാ, എന്നാ പിന്നെ ഞാനും ചത്തെന്ന് പറയായിരുന്നു. അണ്ണാ, അതെ, നമ്മൾ ഈ ഫോണിൽ സംസാരിക്കണ പെമ്പിള്ളേര് ലൗഡ് സ്പീക്കറിട്ട് മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന പറയണ്ടായില്ലേ? അത് ശരിയാണോ? എന്തേ? ഇല്ല, ഒന്നുമില്ല. ആ ഹോസ്റ്റലിൽ സുഷമയായിട്ട് രാത്രി ഫോൺ ചെയ്യാറുണ്ടേ. അപ്പൊ ഞാൻ ചെയ്യണൊക്കെ അവള് മറ്റുള്ളവരെ കേൾപ്പിക്കണ്ടാവൂ? ഒരിക്കലും ഇല്ലടാ. ഈ സമാധാനത്തോടെ അങ്ങോട്ട് തിരിഞ്ഞടക്കടാ. വെറുതെ ടെൻഷൻ അടിച്ച് മനസ്സ്. നീ അല്ലട തട്ടി എന്റെ ഫോൺ ബില്ല് വാണം വിട്ട പോലെ കേൾക്കണത്. സോറി അണ്ണാ, ഡോണ്ട് റിപ്പീറ്റ്. ആ കൂറ പെണ്ണായിരിക്കും. എന്റെ പെട്ടെന്റെ ഫോൺ കാണാതെ പരവശമായിട്ട് വിളിക്കണായിരിക്കും ആ കൂറ. ഹലോ, മറുപടി ഒന്നുമില്ല. ഫോൺ. ഹലോ. ഇല്ല, ഫ്രീ ആണ്. അയ്യോ, ഇപ്പോഴോ? നോ പ്രോബ്സ്. എവിടെ? സ്ഥലം മെസ്സേജ് ചെയ്താ മതി, ഞാൻ എത്തി. ഓക്കെ. ആരാണ്? സുഷമേണ? എനിക്കറിയാം, മുമ്പല്ലേ അറിയാം. എടാ അഞ്ജലി, അവൾക്ക് എന്നെ കാണണോന്ന്. വണ്ടി എടുക്കടാ. എന്താ വണ്ടി എടുക്കടാ? എടുക്കാന്റെ പൊന്നോ, എന്തൊരു പിടിച്ച നീട്ടോണ്ടേ വഴി. കാമരാജ് ലൈനൊക്കെയാണ് മെസ്സേജില്. എന്തായാലും പേരായിട്ട് മാച്ചാണ്. ആ സൈഡിൽ നോക്കിയാലോ? അതെ, അവര് ഞങ്ങള് നോക്കി വരികയായിരുന്നു. ഇറങ്ങാൻ നേരത്തെ ഞാൻ നോക്കിയപ്പോ എന്റെ കാറിന്റെ ടയർ പഞ്ചർ. പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ടയർ മാറ്റാൻ നിന്നില്ല. ഇവനെ വിളിച്ചോണ്ട് ബൈക്കിൽ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അത് നന്നായി. എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു. എന്തുപറ്റി? വരൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ. ഓക്കെ. എല്ലാരും ഉണ്ടല്ലോ. എന്താണോ പ്രശ്നം?
ഇവര് ക്ലബിലെന്തോ അടിയുണ്ടാക്കി പ്രശ്നമായിട്ട് വന്നിരിക്കുക. പ്രശാന്തിന്റെ ഒരു പാർട്ടിയുടെ കാര്യം ഞാൻ നരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തൊട്ട് മിലിയെ ഒരുത്ത് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. 1-2 തവണ പറഞ്ഞു നോക്കി, പക്ഷെ അവൻ കേട്ടില്ല. പിന്നെ സഹിയിട്ട് ജോൺ അവനെ ഒന്ന് തള്ളി മാറ്റി. തള്ളിയതൊന്നുമല്ല, ഇവനവനെ നല്ല അടിയടിച്ചിട്ടുണ്ട്. പിന്നെ അറിഞ്ഞത് അത് മന്ത്രി തോമസ് ചെന്നൈക്കാടന്റെ മകനും കൂട്ടുകാരുമായിരുന്നെന്ന്. ഓ ബഹളത്തിനിടെ നമ്മുടെ ഫൈസലിനെ അവർ പിടിച്ചു വിളിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടുപോയി. അയ്യോ. കുറച്ചു മുമ്പ് ഫൈസൽ വിളിച്ചിരുന്നു. അവര് വിളിപ്പിച്ചതാ. അവർക്ക് ജോണിനെയാ വേണ്ടത്. ജോൺ ചെന്നാലേ ഒരു ഫൈസലിനെ വിടൂ. പോലീസിൽ അറിയിച്ചാൽ കൊന്നളയെന്നാ പറയുന്നത്. അല്ല ഇതിപ്പോ എനിക്ക് മനസ്സിലാവാത്ത ഞാൻ എന്താ ചെയ്യേണ്ടത്? നരനൊന്ന് വിളിക്കണം. ആരെ വിളിക്കേണ്ടത്? അന്ന് നരന്റെ ലാപ്ടോപ്പിൽ തോമസ് ചെന്നക്കാടുമായി നിൽക്കുന്ന ഫോട്ടോസ് കണ്ടിരുന്നു. അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം. വിളിക്കാം, പക്ഷെ പ്രയോജനമുണ്ടാവില്ല. അല്ല, ഈ തോമാച്ചനെനിക്ക് നന്നിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാ, വല്ലാത്തൊരു ഭാഷക്കാരൻ, ഒരു പ്രത്യേക ടൈപ്പാണ്. പ്ലീസ് നാരായൺ, അങ്ങനെ പറയരുത്. ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യാം, ചെയ്യണമല്ലോ, ചെയ്യും. പക്ഷേ അതിന് ചെന്നക്കാരനെ വിളിക്കണമെന്നില്ല. ഹൈക്കമാൻഡിലെ ത്രിപാഠി കൊണ്ടൊന്ന് വിളിക്കാം. എനിക്ക് പേഴ്സണലായിട്ട് ഒരു റൂം വേണം. അതെ, അണ്ണനൊന്ന് മൂത്രേക്കണേ. അതിനല്ല, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. എന്റെ അമ്മയെ ആവേശത്തിനേറെ ഓരോ ഏറ്റെടുക്കുകയും ചെയ്ത് ഇനിയിപ്പോ എന്താണ് ചെയ്യാ? അല്ല, അണ്ണനത് ഹൈക്കമാൻഡിലെ ത്രിപാഠിനെ വിളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട്. ഏത് ഹൈക്കമാൻഡ്? ഹൈക്കമാൻഡിലെ ത്രിപാഠിയിൽ ഏതെങ്കിലും ഓക്കമാൻഡിലെ ഊച്ചാളിസിനെ വിളിക്കും. കിട്ടി. ആഭാസംഭാരിയുടെ 10ാം ദിവസം ശശികുമാർ ആറാട്ടൂർ സ്പീക്കിംഗ്. ഇത് ഞാനാ, കൃഷ്ണൻകുട്ടി. നിന്നെപ്പറ്റി ഒരു വിവരമില്ലല്ലോടാ. അണ്ണാ, നമ്മുടെ മന്ത്രി ചെന്നൈക്കാടന്റെ പുതിയ കന്നന്തിരം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അയാളുടെ അൽസലേറ്റം പറ്റി വെറ്റുപോളി പറ്റി. ഒരു പട്ടിക്കുഞ്ഞിന് ചെന്നൈക്കാടിനെ ശരിക്ക് ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞ് ഞാനൊരു സ്റ്റോറി കാറ്റാനിരിക്കുക. തമാശ കളയണ്ട. പീഡനം, വാണിപ്പം, ആ സൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്കേപ്പുറത്തുള്ള വീട്ടിൽ രാത്രികാലങ്ങളിൽ എന്തോ വരവ് പോക്കട്ടത് ഇമ്പതി കിട്ടിയിട്ടുണ്ട്. ആണോ? ഷടാകാണോ കള്ളനോട്ടാണോ ഉപജാപമാണോ എന്ന് ക്ലിയർ അല്ല. മൊത്തത്തിനൊരു പുകയാ. ഓക്കെ അണ്ണാ. ഹലോ, മന്ത്രിയുടെ പി ആണ് സംസാരിക്കുന്നത്. ആരാണ്? ഡൽഹിയിൽ നിന്ന് ശിവകുമാറാന്ന് പറഞ്ഞാൽ മതി, ചെന്നൈക്കാരന് മനസ്സിലായിക്കോളും. സർ, ഡൽഹിയിൽ നിന്ന് ഒരു കോളുണ്ട്. ശിവകുമാറാണ്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഹലോ സാർ, ഒരു പേഴ്സണൽ വിഷയം സംസാരിക്കാനായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സാറിന്റെ മോനായിട്ട് നമ്മുടെ കുറച്ച് പിള്ളേർക്ക് ചെറിയൊരു ഇഷ്യൂ. ചെറിയ ഇഷ്യൂ വെച്ചേക്കില്ല, ഞാൻ ഒന്നിനും. വെക്കോ വെക്കാതിരിക്കൊക്കെ സാറിന്റെ ഇഷ്ടം. പക്ഷേ ഇത് സാറിനെ കൊടുക്കാനുള്ള ഒരു ട്രാപ്പാണ്. നീ ആരാ ചേട്ടേ അത് സംസാരിക്കാൻ? മന്ത്രി തോമാച്ചിന്റെ തനിക്കോണം അറിയത്തില്ല നിനക്കൊന്നും. ആ ചെറുക്കനെ കിട്ടിയില്ലെങ്കിലേ. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളതേ, ചെക്കന്റെ വീട് കായംകുളത്താ. ആ കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്ക് ഭാഗത്ത്. ഹലോ 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 ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഹലോ ഹലോ. അണ്ണാ, എന്തിനാ കട്ട് ചെയ്ത്? കട്ടാക്കിയതല്ലടാ, ഒരു ചൂണ്ടിട്ടതാ. ഈ ചൂണ്ടിലേക്കാൾ കൊത്തോണ്ണ. കൊത്തും. കൊത്തുമായിരിക്കുമല്ലേ? കൊത്തണമല്ലോ. കൊത്തുമല്ലേ? നോക്കടാ. ചായ വേണ്ട, ഇപ്പൊ ടീ ടൈം അല്ല. ത്രിപാഠി ഉമ്മൻചാണ്ടിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും പേടിക്കണ്ട. ഇനി പണ്ണന്റെ പ്ലാൻ ഏറ്റില്ലെങ്കിൽ ഞാനും ഒരു ലോക്കിട്ടുണ്ട്. ലച്ചു ടേക്ക് കേട്ടാ, ചെല്ലട്ടെ. ശരി. എന്തായി കുത്തിയ? നീ എന്ത് ലോക്കായിട്ടത്? അത് ഈ ഡോറിന്റെ ലോക്കിട്ട് കാര്യം പറഞ്ഞാണ്. ചുമ്മാ ഷോ. അണ്ണാ കുത്തിയ? ഞാൻ പറഞ്ഞില്ല കൊത്തന്റെ അവിടെ പറഞ്ഞു. ഹലോ, ആരാണ്? ഞാനാണ്. ഞാനോ? ഏത് ഞാൻ? ഞാൻ അറിയാവുന്ന ഒരു ഞാനേ ഉള്ളൂ. ആ ഞാനാണ്. ആ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാനെന്ന് പറയുമ്പോ ഞാൻ അറിയാത്തൊരു ഞാൻ. ഏത് ഞാനാണ് ഞാൻ? ഞാൻ ചോദിച്ച കേട്ടില്ല. ആരാണ് ഞാൻ? അല്ലെങ്കിൽ ഞാനായിരിക്കും ഞാൻ. ഞാനുമുള്ള കളിയുടെ ആരാണ്? ഞാൻ മന്ത്രി തോമസ് ചെന്നക്കാടൻ. അയ്യോ, സോറി സാറേ, ഫോൺ കട്ടായി പോയതാണ്ട് സാറേ. സാറേ, ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാലേ, ആ ചെറുക്കനെ വെറുതെ പഞ്ഞിക്കിട്ട അത് സാറിന് പാരയാവത്തുള്ളൂ. അല്ല, ഈ ചാനലാരാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വായും മുടിച്ചിരിക്കണേ. ആ പയ്യനെ ഒന്ന് ചേർന്ന് വിളിച്ചു പറ, ഉടനെ പറ. പിന്നെ പോരുമ്പോ ഇവിടെ തലമ്പൊക്കൊന്ന് സെറ്റിലാക്കാൻ ഒരു പച്ചക്കറി കൂടിൽ 50,000 രൂപ കൊടുത്ത് എങ്ങനെ വേണ്ടെന്ന് പറയാ. വരേണ്ട സ്ഥലം ഞാൻ മെസ്സേജ് ചെയ്യാം സാറേ. എന്തായി? ശരിയാവേണ്ടതാണ്.
പിന്നെ പണത്തിന് മീതെ ഒരു പക്ഷിയും പറക്കില്ലെന്നാണല്ലോ. പക്ഷിയല്ല പരുന്ത്. പരുന്ത് പിന്നെ പക്ഷിയല്ലാണ്ട് മീനാണ്. സീരിയസ് ആയിട്ട് കാര്യം സോറി, പൈസ കുറച്ച് പൊട്ടിക്കേണ്ടി വന്നു. ലക്ഷങ്ങളിൽ കുറഞ്ഞൊരു ഏർപ്പാട് അവർക്കില്ലെന്നേ. അല്ല അത് പ്രശ്നമാക്കണ്ട. എക്സ്പെൻസ് എത്രയാന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടെ. എന്താ ലക്ഷ്മി, എന്താണിത്? നിങ്ങളുടെ പ്രശ്നം എന്റെ പ്രശ്നമല്ലേ? ഗാർസിയ ഗബ്രിയൽ ഡി ഫെർണാണ്ടസിന്റെ ബുക്സ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിലെന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയാവോ? ഇവരൊന്നും വായിച്ചല്ല, അണ്ണങ്ങട് പറഞ്ഞു കൊടുക്കണേ. ഒട്ടനെ അത് മിക്കവാറും തോന്നിക്കൊള്ളും പട്ടി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലോട്ട്സ് ഓഫ് കാര്യങ്ങൾ, ഒരുപാട് തിങ്സ്. ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കണോ അതോ നമ്മുടെ ഈ പ്രശ്നത്തിൽ ഇടപെടണോ? എന്നാലും പണത്തിന്റെ ഒക്കെ ത്രാസിലിട്ടാണല്ലോ നിങ്ങൾ എന്റെ സ്നേഹത്തിന് വില കൽപ്പിച്ചത്. ഐ ഫീൽ സോ സാഡ്, യു നോ. നരൻ സോറി, ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്. ഒന്നും ഉദ്ദേശിക്കരുത് അഞ്ജു, ഉദ്ദേശിച്ച് പറയരുത്. സൗഹൃദത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ, അറിയോ? സോറി 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 സോറി. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. ലീവ് ഇറ്റ് ബേബി, ലീവ് ഇറ്റ്. എന്റെ ഓ സോറി, ഞാൻ മോതിരം ഒരിടത്തു. അല്ല അറിയാണ്ട് ഊരി പോന്നു. എന്താണിത്? അത് വാക്കുര വിട്ടതാ. എന്തിന്? അല്ല മോതിരം മാറ്റല്ലേ? അതൊക്കെ പിന്നെ മുഹൂർത്ത സമയം നോക്കിയിട്ട്. നോൺസെൻസ്. സോറി. ലീവ് ഇറ്റ് ബേബി. നമ്മുടെ പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. പരിക്കൊന്നും പറ്റാതെ ഫൈസൽ ഇതിനകത്ത് വന്നാലേ നമുക്ക് ആശ്വസിക്കാൻ പറ്റൂ. എന്തായാലും നമുക്ക് ഒരു സ്ഥലം വരെ പോകണം. ഞാൻ സേറ്റ് ഭായിയോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇവരെ കൊണ്ട് അകത്തിരുത്ത്. ഞാൻ ഇവിടെ ഉണ്ടാവും. പെട്ടെന്നാവട്ടെ, ആരും പേടിക്കണ്ട. ചെന്നക്കാണ്ട് പോരും. ലച്ചു ടേക്ക് കെയർ ട്ടാ. താനും ഇനി ടെൻഷൻ അടിച്ചോലെ ആക്ട് ചെയ്യണ്ടെന്നാ. അവന്മാരെല്ലാരും ഔത്താണ്. ഇത് ആക്ടിംഗ് ഒന്നല്ലടാ, ഒറിജിനൽ ടെൻഷനാണ്. ആണ് ചുമ്മാ ബി വിട്ടാണ്ട് വെറുതെ. ഇതിനകത്ത് ഏതെങ്കിലും വരല് തൊട്ടെ. ഇതിനകത്ത് ഏതെങ്കിലും വരല് തൊട്. തൊട്ടോ? ആ ഒന്നുകൂടെ പേടിക്കണ്ട. അവന്മാര് 10 പൈസ എല്ലാം കൂടി ഇങ്ങോട്ട് വരും. അത് നിനക്ക് എങ്ങനെ അറിയാം? അണ്ണന്റെ ബെസ്റ്റ് ടൈമിലാണോ? അതുകൊണ്ടല്ല അണ്ണൻ ഈ വരലെ തന്നെ തൊട്ടത്. മറ്റേ വല്ലാണ് ഞാൻ നേരത്തെ മൂക്കിലിട്ടത്. ഫൈസൽ, ഫൈസലകത്തേക്കല്ലേ പിള്ളേരോടെ കാത്തിക്കണം. മിനിസ്റ്ററിന് ജോണിനെ കാണണമെന്ന് പറഞ്ഞു. ജോണിനെ ഞാൻ കാണിച്ചു കൊടുത്തോളാം. ധൈര്യട്ടിരിക്കേ, ഞാൻ ഡീൽ ചെയ്തോളാം. നമസ്കാരം സാർ, ഞാനാണ് ജോൺ. പ്ലീസ് വരൂ. സാർ ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത്. മന്ത്രി ഏതുകൊണ്ട് ചെക്കും പേടിക്കണ്ട. രണ്ടെണ്ണം ഊത്ത് സാർ ഇങ്ങോട്ട്. നമുക്ക് അടിച്ചോണ്ട് സംസാരിക്കുന്നത്. ലെറ്റ്സ് എൻജോയ്. ജോയെ തുടങ്ങിക്കോടാ. അയ്യോ ഇതിന്റെയൊക്കെ നന്ദി ഉണ്ടാവണേ. ഈ കൃഷ്ണപുരം കൊട്ടാരം അടിക്ക് ഇത്രയും സാധ്യതയുള്ള സ്ഥലമാണോ? ഭാഗ്യത്തിനാരും കണ്ടില്ല. എടാ എന്റെപ്പാ, ഞാനടാ തണ്ടി. ഇതിന്റെ ഗേറ്റ് കടച്ചല്ലോ. അവരൊക്കെ എവിടെയാടാ? അവരൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടണ. അല്ലാണ്ട് എന്റെ മീറ്റിംഗ് ഇത്ര വിട്ടുന്നു കഴിഞ്ഞാ. ഡയലോഗ് വളരെ കുറവായിരുന്നു. ഞാൻ പറഞ്ഞില്ല അണ്ണന്റെ ബെസ്റ്റ് ടൈം ആണെന്ന്. നീ ആ മൂക്കിലിടാത്ത മറ്റേ വരലല്ലേ, അതൊന്ന് കാണിച്ചേ. അയ്യോ അത് അണ്ണ, ഞാനതേ അണ്ണൻ പോയ ഗ്യാപ്പിൽ ചെറുതായിട്ട് അതൊന്ന് മൂക്കിലിട്ടായിരുന്നു. അത് കുഴപ്പമില്ലടാ, നിന്റെ രാശുള്ള വരല് ഇതല്ലേ. ഒരാശം ഇട്ടായിരുന്നു. ക്ലോസ് ചെയ്തു. ആന്റണി, ഈ കേസ് ഒന്ന് നോക്കിക്കേ. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേ? സ്കൂട്ടറിന് എവിടെയാടാ സീറ്റ് ബെൽറ്റ്? പിന്നെന്താ? ചേട്ടാ നമ്മൾ കള്ളുടിച്ചിട്ടില്ലേ? ഊതിപ്പിക്കൂടാ. അണ്ണൊരു കാര്യം ചെയ്യ്. അണ്ണൻ മുമ്പിൽ ആക്ട് ചെയ്താൽ മതി, ഞാൻ പുറകിൽ ഡബ് ചെയ്തോളാം. എന്ത്? അണ്ണൻ മുമ്പിൽ ഊതന പോലെ കാണിച്ചാൽ മതി, ഞാൻ പുറകിൽ സൗണ്ട് ഉണ്ടാക്കാം. സഹോദര, വിരോധമില്ലെങ്കിൽ ഒന്നിങ്ങോട്ട് ഊതിയാട്ടെ. ഊതുന്നേ. അടിപൊളി. നമ്പർ കൊള്ളായിരുന്നു, പക്ഷെ ബാക്കിലിരിക്കുന്ന സഹോദരന്റെ ടൈമിങ് തെറ്റിപ്പോയി. ജനതാണത് പുള്ളിമാനുണ്ടായതാണോ? വിരോധമില്ലെങ്കിൽ ഒന്നോടെ ഒതുക്കേ, മാമൻ കേക്കട്ടെ. സോറി സാറേ, ഇവന്റെ മരിച്ചുപോയ അമ്മമ്മ സീരിയസ് ആയിട്ട് കിടക്കാണ്. എന്താ? അല്ല, സീരിയസ് ആയിട്ട് കിടന്ന അമ്മമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ അതിന്റെ ടെൻഷനിൽ 2 അടിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ ബോഡി കൊണ്ടുപോകാനായിട്ട്. സാറേ ദൈവത്ത് ഓർത്തിട്ട് ഞങ്ങൾ ഉപദ്രവിക്കരുത് സാറേ, പ്ലീസ് സാറേ. ഒരു കാര്യം ചെയ്യ്, പൊക്കോ പൊക്കോ. താങ്ക് യു സാർ. അത് ശരി, വിരല് പൊക്കി തെറി കാണിക്കുന്നോടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്നോടല്ല. ഗുഡ് നൈറ്റ് ഏഞ്ചൽ. ഗുഡ് നൈറ്റ്. കിട്ടിയൊന്നും പോരാ. ടെലിപ്പതി. എലിപ്പനിയാ? ആർക്ക്?
എലിപ്പനി നിന്റെ അപ്പൂപ്പന്. എടാ ടെലിപ്പതിടാ. ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞത് അവളുടെ ഗുഡ് നൈറ്റ്. കണ്ടോടാ ചിത്ര സന്ദേശം. അണ്ണത് കുരിശാണ്ട. അണ്ണന് കിട്ടിയൊന്നും പോരെ. അണ്ണാ കഷ്ടകാലക്ക് സമയമേ കോണകവാൽ ബി പാമ്പ് ഹോത്താ ഹേ. നിർത്തണ പാമ്പാട്ടി. നിന്റെ ആ വിരലെടുത്തിട്ട് മൂട്ടി തിരികട്ടെ. അപ്പുറത്തെ കാര്യം പോയിരിക്കടാ. പോണേല്ലേ പൊന്നോ. ഒരു ഫോട്ടോ വന്നപ്പോ കളർ മാറിയണ്ട. കിടന്ന് ഓർമ്മ. അഞ്ജലി, ഐ ലവ് യു. എന്റെ ആദിത്തുമ്മ, നിന്റെ മനോഹരമായ വലത്തെ കണ്ണിൽ. ഇതാരാണ് ഉമ്മ നോക്കിക്കണത്? ഇവ അതൂരിനെ ഇവിടെ കണ്ടല്ല. പൊതുവാൾ മാഷ. അപ്പോ അഞ്ജലി. അയ്യോ അയ്യോ അതെടാ ഭ്രാന്തായിടാ. കണ്ണും തുറന്ന് നോക്കടാ. മുതുക്കന്റെ മുഖത്താണ് ഇത്രത്തിനും മുമ്പ് ചളിച്ചത്. സോറി, ഓരോരുത്തരുടെ എടാ എന്റെ പാ, ഇപ്പൊ ഞാൻ എന്ത് സഹിക്കും? എന്റെ കൂടെ ദൈവം എനിക്കിപ്പോ മനസ്സിലായി. പൊട്ടകടാപ്പ, ഈ കണ്ണട വെച്ച കാലടാ പൊതുവാൾ മാഷ്. ആ പൊതുവാൾ മാഷിന്റെ ബോളടാ എന്റെ അഞ്ജലി. കോടീശ്വരനാണോ? അല്ല, സാധാരണ കെട്ടാമോണ പെണ്ണിന്റെ ഒപ്പം കോടീശ്വരനാകുമ്പോഴല്ലേ കോടീശ്വരനാ ഇയാള്. തൊലിയാർ മണിയൻ, തുക്കണാച്ചി, ഓന്തുളുക്കി, ഒടകൊല്ലി എന്റെ ജീവിതം നശിപ്പിച്ചവൻ. എടക്കടാപ്പ, അടുത്തിടെ പരിചയപ്പെട്ട ഒരാളോട് തോന്നുന്ന ഇഷ്ടമല്ല എനിക്ക് അഞ്ജലിയോട് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ കളിയാക്കിയില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നടാ. ഇന്നും ഇന്നലെയും നല്ലടാ ഞാൻ അവളെ പരിചയപ്പെട്ടത്. എന്റെ അഞ്ജലി ഒന്നും പറയണ്ട. പിന്നെ എപ്പോഴാ പരിചയപ്പെട്ടത്? ഒരു മിനിറ്റ്, ഒന്ന് ശ്വാസം വിട്ടോട്ടെ. ഏയ് നരൻ. ഹലോ അഞ്ജലി. നരൻ, സോറി, ഇന്നലെ ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. ഞാൻ രാവിലെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഉണർന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു. എനിവേ, താങ്ക് യു വെരി മച്ച് നരൻ. പിന്നെ ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ഒരു ട്രീറ്റ് ഉണ്ട്. നരൻ തീർച്ചയായിട്ടും വരണം. ഓ ആണോ? എന്നാ ഒരു 11 o'clock കാണാം. അയ്യോ, 9 മണിക്ക് ഒരു 10 മണി. ഓക്കെ. നരനായിരുന്നു പാർട്ടി നാളെ മതിയെന്ന്. ഇന്നെന്നോട് അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന്. അയ്യോ ബ്ലഷിങ്. പിന്നെ സാർ ഓർഡർ എന്തെങ്കിലും വേണ്ടി വരും. ഇപ്പൊ വയറ്റിൽ തീയ, അതൊന്ന് കെട്ടോട്ടെ. എക്സ്ക്യൂസ് മീ, ഒന്ന് ഇതുവഴി വരൂ. താങ്ക് യു. നല്ല ടേസ്റ്റ്. ആരും ഒടിച്ചതിന്റെ ബാക്കിയാണാവോ? ദിനമിതു കാത്തിരുന്നേറെ ഞാൻ, ചിരിമുഖമൂർത്തിരുന്നേറെ ഞാൻ, മഴവില്ലു പോലെ വന്നിതാ നീ എന്നുമെൻ വിസ്മയം. ഇനി ഇതൊരൻ പകൽ സ്വപ്നമോ, സ്വയം ഇനി നുള്ളി നോക്കുന്നു ഞാൻ, മനസ്സിന്റെ താളിൽ പീലി പോലെ കാത്തിടും മോഹമേ. ഹലോ, ഇതെന്തു? അഞ്ജലി 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 ഹോ അഞ്ജലി അഞ്ജലി അഞ്ജലി. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാനൊന്ന് കണ്ടോട്ടെ. എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പറയാം, ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നോട്ടെ. ആ, എന്തായാലും നരനൊന്നും പറയുന്നില്ല. എങ്കിൽ ഞാനൊരു സർപ്രൈസ് തരട്ടെ? തന്നോളൂ. നരനെ പരിചയപ്പെടാൻ എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. വരട്ടെ, അച്ഛന്മാരെല്ലാം വരട്ടെ. അച്ഛനെ കൂട്ടി ഒരുമിച്ച് വരാനാ ഞാൻ 10 സമയം പറഞ്ഞത്. അച്ഛന് ബാങ്കിൽ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. അച്ഛൻ ആ എവിടെ? ഇവിടെ ഉണ്ട്. നരൻ എന്തൊരു ടെൻഷൻ പോലെ. ഏയ് എനിക്കോ? അല്ല, ഈ ടെൻഷൻ എന്ന് വെച്ചാല് അഞ്ജലിയുടെ അച്ഛൻ പെട്ടെന്ന് വരുന്ന സമയത്ത് അച്ഛൻ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അല്ലല്ല, ഐ മീൻ അച്ഛനെ കണ്ട അല്ല ഞാൻ എങ്ങനെ ഇരിക്കും? എഴുന്നേക്കണോ, ബഹുമാനിക്കണോ? അങ്ങനെ ഒരു ടെൻഷൻ വരുമ്പോൾ ഒരു റിലീഫ് ഉണ്ടല്ലോ, അതാണ് ഒരു വിജാഗിരി. സോറി, വിനാഗിരി. എനിക്ക് ഇതുപോലുള്ള അവസ്ഥയിലൊക്കെ ഞാൻ ഈ വിനാഗിരിയൊക്കെ എടുത്ത് കുടിക്കും. ഹാബിറ്റ് അതാ. ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് അച്ഛന് സർപ്രൈസ് കൊടുത്താലോ? അഞ്ജലി ഒന്ന് പെട്ടെന്ന് മാറി തരുമോ? ഒരു 5 മിനിറ്റ്. എന്നെ ഫസ്റ്റ് ടൈം കാണുമ്പോ ഒരിക്കലും മാർക്കാത്തൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കാം. പ്ലീസ് അഞ്ജലി ഒന്ന് മാറി പ്ലീസ്. ഐ വിൽ മാനേജ്. പ്ലീസ് ബിലീവ് മീ. വാഷ്റൂം വരെ പോയിട്ട് പ്ലീസ്.
ദൈവം കൂടെ ഉണ്ട്. എന്തെങ്കിലും പറ്റിയോ സാർ? ഇങ്ങനെ അടിച്ച് വേണം വല്ലതും പൊട്ടാതിരിക്കോ? അല്പം കോമൺ സെൻസ് വേണം. ഇത്ര കെയർലെസ് ആയിട്ടാണോ ട്രോൾ നടക്കുന്നത്? എന്റെ കണ്ണട അവിടെ. ഈ കണ്ണടയില്ലാണ്ട് എന്നെ എങ്ങനെ കാണൂടും? അയ്യോടാ ചത്തുപോയി. അയ്യോ എന്ത് പറ്റി? നിങ്ങൾ വിട്. എന്റെ കണ്ണട അവിടെ. കണ്ണട വെച്ചോളൂ. എന്താ ഇത്? നേരത്തെ കണ്ണടയായിരുന്നു, വീണതിന് ശേഷം തവള വണ്ടിയേറിയവല്ലേ, ഗ്ലാസ് ഒക്കെ പൊട്ടി. അയ്യോ നിങ്ങളൊക്കെ പൊക്കോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. പക്ഷെ എന്തൊരു കെയർലെസ് ആണ് ഇവിടുത്തെ ആളുകൾ അല്ലേ? അച്ഛനോടുത്തെ ട്രോളി തല്ലി താഴെയിട്ടു. ഞാനോ? അല്ലല്ല, അച്ഛനെ ഇവിടുത്തെ ട്രോളി തല്ലി താഴെയിട്ടു. ഭാഗ്യത്തിന് കണ്ണട മാത്രമേ പൊട്ടിയുള്ളൂ. അയ്യോ അച്ഛൻ എന്തെങ്കിലും പറ്റിയോ? ആ സ്പെയർ ഗ്ലാസ് കാറിൽ പോയിട്ടോണ്ട് വാ. അച്ഛൻ ഇത് നരൻ, എന്റെ ഫ്രണ്ടാണ്. ഹലോ, ഹായ്. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയിട്ട് വരും. സാറിന് പഴയ പോലെ കണ്ണട ഇല്ലാണ്ട് കാണാൻ പറ്റില്ലല്ലോ അല്ലേ? പണ്ടത്തെ കാര്യം തനിക്കെങ്ങനെ അറിയാം? അല്ല, അഞ്ജലി പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ ശബ്ദം കേട്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. എല്ലാവരും പറയാറുണ്ട് എന്റെ വോയിസും യേശുദാസിന്റെ വോയിസും ഒരുപോലെയാണെന്ന്. അതല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന ആരുടെയോ ശബ്ദം പോലെ. എന്നെ കൊണ്ടേ പോവുള്ളൂ. ഹലോ, അച്ഛാ ഒരു മിനിറ്റ്, ഒരു കോളാണേ. ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഔട്ട് ഗോയിങ് കോളാണേ. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഫോൺ കണ്ടോ? പോയിട്ട് വരാവേ. അഞ്ജലി, എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസ് വരെ പോകണം. അയ്യോ, അച്ഛനോടൊന്ന് സംസാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു പോയാ പോരെ? അയ്യോ തീരെ സമയമില്ല. ഇറ്റ്സ് വെരി അർജന്റ്. ഒരു 15 lakhs ചെക്കിന്റെ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ സൈൻ ചെയ്യാൻ മറന്നേ. അല്ല, അഞ്ജലിക്ക് വിഷമാവണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഒരു 20 lakhs ലോസ് വരുന്നുള്ളൂ, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. അയ്യോ ഇല്ല, സാരമില്ല. ജോലി തിരക്കാരനല്ലേ, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. താങ്ക് യു അഞ്ജലി, താങ്ക്സ് എ ലോട്ട്. അപ്പൊ നമ്മൾ നാളെ പാർട്ടിക്കാണെന്നു. ഓക്കെ. പിന്നെ അച്ഛനെ നാളെ പാർട്ടി കൊണ്ടുവരണ്ട കേട്ടോ. നന്നായി വീണുണ്ട് മുഖം അടിച്ചിട്ട്. അപ്പൊ ആള് ശരിക്കും റിലാക്സ് ചെയ്യട്ടെ. ഓക്കെ, ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഓക്കെ, ഡോണ്ട് ഫീൽ ബാഡ്. ഓക്കെ. എന്താ ഇന്നലെ നീ വെള്ളം അടിച്ചില്ലടാ? അടിച്ചാണല്ലോ. നമ്മള് രണ്ടുപേരും കൂടി എന്തൊരു പൈന്റ് അടിച്ചെടുത്ത് മോട്ടർ അടിച്ചില്ലെന്ന്. കുളിമുറിയിൽ വെള്ളമില്ല. അതാണെന്ന് പോകണ്ട. അവിടെ ടാങ്കിലെല്ലാം കോരി കുളിക്കും. പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് ഇവിടെ തീർന്നു. മനുഷ്യന് ബക്കറ്റിൽ വെള്ളം കോരി കുളിക്കാന്നൊക്കെ പറഞ്ഞ ശീലമില്ലാത്ത കാര്യങ്ങളാ. തേരാപ്പാര നടന്ന് ഇവനെയൊക്കെ പിടിച്ച് ജോലിക്ക് വെച്ചിട്ട് പണി മുഴുവൻ എനിക്ക് 8 മണിയായിട്ടില്ല. 8ന്റെ പണി അന്ന് തുടങ്ങി. അയ്യോ, സൂര്യമസ്കാരം ചെയ്തില്ല. അമ്മേ, സൂര്യ നമസ്കാരമുണ്ട്. കാണുന്ന വെള്ളത്തിന് എന്താ തണുപ്പ്, പക്ഷെ ഒഴിക്കുമ്പോ ചൂടാ. സോളാറ് തട്ടിയാ പിന്നെ എല്ലാം ചൂടാ. പൂക്കാലം വന്നു, പൂക്കാലം പൂത്തുമ്പി ചെല്ലപ്പൂത്തുമ്പി ഒരുക്കത്തിൽ എന്നുള്ളം കഴുകുതേ. എടാ എന്റെ വൈകിട്ട് അഞ്ജലിയുടെ പാർട്ടി ഉണ്ട് കേട്ടാ. അഞ്ജലി അഞ്ജലി ഹായ് ഫ്രണ്ട്സ്, ഐ തിങ്ക് ഐ ആം ഓൺ ടൈം. നമ്മൾ ലേറ്റ് ആയോ? അരി മരിച്ച എന്ത് പറ്റി? വൈ സോ ഡൾ? വാട്ട്സ് ദ മാറ്റർ? വെരി ഈസ് അഞ്ജലി? അത് നരൻ താമസിക്കുന്നത് വൈറ്റിലൊരു റൂഫ് ടോപ്പിലാണോ? വാട്ട്? എന്താ? വൈ? വൈ? രാവിലെ അഞ്ജലി ബസ് വരുമ്പോ നരേൻ അവിടെ നിന്ന് കുളിക്കുന്നുണ്ടോ? കുളിക്കുന്നതോ? ഞാനോ? നോ, ഇംപോസിബിൾ. ഞാൻ കുളിക്കാറില്ല. അല്ല, ഞാൻ അങ്ങനെ കുളിക്കാറില്ല. അവള് കണ്ടു എന്നാണല്ലോ പറഞ്ഞത്. പിടിച്ച് സമ്മതിച്ചേക്ക്. ടുഡേ കണ്ടു. കാണണല്ലോ, കാണാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്തത്. ഇറ്റ് വാസ് എൻ ഐസ് ബക്കറ്റ് ചലഞ്ച്. കേട്ടിട്ടില്ലേ? ടെറസ് ബക്കറ്റ് ചലഞ്ച്. ഈ തെരുവ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ, ഈ പുനരധിവാസ. അവളെന്തോ ബാംഗ്ലൂർക്ക് പോവാ. ബാംഗ്ലൂർക്കോ? എന്തിന്? അവക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് നേരത്തെ ഒരു ജോബ് ഓഫർ വന്നിരുന്നു. പോകുന്നില്ലെന്നാ പറഞ്ഞിരുന്നേ. പെട്ടെന്ന് തീരുമാനം മാറ്റി.
ഇപ്പോ അഞ്ജലി എവിടെയുണ്ട്? അഞ്ജലി, അഞ്ജലി ഒരു മിനിറ്റ്. ഏയ് ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്ലീസ്, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. നിങ്ങൾ പറയുന്നതിലും ചെയ്യുന്നതിലൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. അയ്യോ അഞ്ജലി, അങ്ങനല്ല. സി, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പൊക്കോളൂ. അതിന്റെ എന്താ ഞാൻ കേൾക്കണ്ടേ? ഐസ് ബക്കറ്റ് ചാലഞ്ച് അതല്ലേ പറയാൻ പോകുന്നത്? ഏയ്, അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ? എന്റെ കൂടെയുള്ള അഞ്ജലി കണ്ടിട്ടില്ലേ ആ ആൻഡപ്പൻ? അവന്റെ അച്ഛനും അമ്മയും അവൻ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. അല്ലല്ല, ഐ മീൻ അവൻ അനാഥനാണ്. ബട്ട് ഹി വാസ് എ മില്യണിയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവനൊന്നുമില്ലാത്തവനാണ്. ഫേറ്റ്. അഞ്ജലി, ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന അവന് ഞാൻ കൈവടിയണമെന്നാണോ അഞ്ജലി പറയുന്നത്? അഞ്ജലി കണ്ടില്ലേ, ഇവിടുത്തെ കോർപ്പറേഷൻ ബിൽഡിങ്ങിന്റെ മുകളിൽ റൂമിലാണ് അവൻ താമസിക്കുന്നത്. ഞാൻ വെച്ച് നീട്ടിയ ഫ്ലാറ്റുകളും വില്ലകളൊന്നും വേണ്ടവന്. അഭിമാനിയാണവൻ. അഞ്ജലിയെ കണ്ടിട്ട് പോകുന്ന വഴിക്ക് മിനിസ്റ്ററുമായിട്ടുണ്ടായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് കൂടി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ലേറ്റായി. പിന്നെ അവനൊരു കോംപ്ലക്സ് ആവണ്ടാന്ന് കരുതി അവന്റെ ആ ചെറിയ റൂമിൽ ഞാനൊന്ന് സ്റ്റേ ചെയ്തു. അവന്റെ സന്തോഷത്തിന്. അത് തെറ്റാണോ അഞ്ജലി? മാത്രമല്ല, ഇന്ന് രാവിലെ എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്റെ പോസ്റ്റ് ഫ്ലൈറ്റിൽ പോയിട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ടൈം ഈസ് മണി ഇൻ ബിസിനസ്, യു നോ. ആ കമ്പനിയുടെ MD എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. ഏത് കമ്പനി? കമ്പനി? ആ കമ്പനിക്ക് പേരില്ലേ? നോട്ടി, എന്നെ പരീക്ഷിക്കാനായിട്ട്. ഭയങ്കര പേരുള്ള കമ്പനി. ഏത്? എന്തൊരു കഷ്ടം നോക്കും. വീഡിയോ വർമ്മ ഡിസൈൻസ്. ആനന്ദ് വർമ്മയുടെ ദേവിക വർമ്മയുടെ കമ്പനിയോ? അവരാണോ നിങ്ങളുടെ പുറകെ നടക്കുന്നത്? യെസ്. ബിലീവ് മീ അഞ്ജലി, upon God. നിങ്ങൾക്ക് ഫ്ലോട്ട് ചെയ്ത് നടക്കാൻ പറ്റിയ ഒരുപാട് പെൺകുട്ടികൾ ഈ സിറ്റിയിൽ ഉണ്ടായിരിക്കും. ഞാൻ അത്ര കാര്യമല്ല. അഞ്ജലി, ഞാൻ കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നിരുന്നോണെങ്കിലും പറയാമായിരുന്നു നരൻ. നിങ്ങൾ ഇത്ര ചീപ്പായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഇനി എന്റെ പിന്നാലെ വരരുത്.